ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ആർ ഓഫ് ടി തന്നിരുന്നതിനെ ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിച്ച് അവിടുന്ന് ഡി ആർ ഈക്വൽ ടു എന്ന് എഴുതി. എഫ് തന്നിട്ടുണ്ടായിരുന്നു, എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നാണ്. ഇവിടെ ഇപ്പൊ എക്സും വൈയും ടിയും എല്ലാം ഉണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഈ എക്സിനെ വൈനെ ഒക്കെ ഇൻ ടേംസ് ഓഫ് ടി ആക്കണം. അതെങ്ങനെയാ ചെയ്യുക? നോർമലി ആർ ഓഫ് ടി എന്ന് പറഞ്ഞു തരുന്നത് എന്താണ്, എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ ആണ്. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ അങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവുക. എനിവേ ഈ ഇ റൈസ് ടു അല്ലെങ്കിൽ ഐയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന അതാണ് എക്സ്. നമ്മൾ പാരാമെട്രൈസേഷൻ എടുക്കുകയാണെങ്കിൽ എക്സിന്റെ പാരാമെട്രൈസേഷൻ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത്. അതുപോലെ ജെയുടെ ഒപ്പം വരുന്നതാണ് വൈ ഈക്വൽ ടു എന്ന് വരുന്നത്. കെയുടെ ഒപ്പം ഉണ്ടെങ്കിൽ അതാണ് ഇസഡ് ഈക്വൽ ടു എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ പാരാമെട്രൈസേഷൻ കൺസിഡർ ചെയ്താണ് നമ്മൾ ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സിനും വൈക്കും ഇസഡിനും ഇൻ ടേംസ് ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് ചെയ്യുക. അപ്പൊ എക്സിന് പകരം എന്ത് കൊടുക്കണം, എക്സിന് പകരം എന്ത് കൊടുക്കണം, ഇ റൈസ് ടു മൈനസ് 2t കൊടുക്കണം. വൈക്ക് പകരമോ ഓക്കെ, അതായത് ആർ ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2t ഐ പ്ലസ് ഇ റൈസ് ടു ടി ജെ എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2t എന്നും വൈ ഈക്വൽ ടു ഇ റൈസ് ടു ടി എന്നും ഉള്ളതാണ് സി എന്ന് പറയുന്ന കർവിന്റെ പാരാമെട്രൈസേഷൻ എന്നുള്ളത് എടുക്കാനായിട്ട് പറ്റും. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2t ആൻഡ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി ഇ റൈസ് ടു ടി ഈസ് ദ പാരാമെട്രിക് കർവ് സി. ഈ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാണ്. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന എക്സിനും വൈക്കും പകരം അപ്പൊ നമുക്ക് എന്ത് കൊടുക്കണം, വൈക്ക് പകരം ഇ റൈസ് ടു ടി കൊടുക്കണം. സോ ദിസ് ഇംപ്ലൈസ് എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എങ്ങനെ എഴുതേണ്ട വരും, അപ്പം ഇ റൈസ് ടു ടി the whole cube into minus 2 e raised to minus 2t plus x square എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരണ്ടേ, e raised to minus 2t യുടെ all square into e raised to t into e raised to t. ക്ലിയർ ആണോ? ഓക്കെ, so this is equal to എന്ത് വരും, മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു ടി ഓൾ ക്യൂബ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു 3t ആണ്. ഇ റൈസ് ടു 3t ഇ റൈസ് ടു മൈനസ് 2t വരുമ്പോൾ മൈനസ് 2 ഇ റൈസ് ടു ടി പ്ലസ് ഇവിടെയോ ഇ റൈസ് ടു മൈനസ് 4t ഇൻറ്റു ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു ടി എന്നാണ്. സോ ഇ റൈസ് ടു മൈനസ് 2t എന്ന് വരും. ശരിയാണോ എന്ന് നോക്കിയേ, എഴുതിയേക്കുന്നിടത്ത് തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. e raised to 3t into e raised to minus 2t plus e raised to minus 4t into e raised to t into e raised to t. ഇതിനെയാണ് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എഫ് ഡോട്ട് ഡി ആർ കിട്ടിയത്. therefore ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എന്ത് വരും? ഓക്കെ, ഇതിന്റെ എല്ലാം ഒപ്പം ഒരു ഡി ടിയും കൂടെ ഉണ്ടാവും. ഞാൻ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എഫ് ഡോട്ട് ഡി ആർ അല്ല, എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഡി ആർ എന്നാണെങ്കിൽ ഒരു ഇൻറ്റു ഡി ടിയും കൂടെ വരണം. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നതിനെ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഓൾ ഇൻറ്റു ഡി ടി ഇങ്ങനെ എഴുതാം.
ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ ഓവർ സി, ഇന്റഗ്രൽ ഓവർ സി എന്ന് വേണമെങ്കിൽ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ടിയുടെ വേരിയേഷൻ എവിടെ വരെ ക്വസ്റ്റിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? 0 മുതൽ ലോഗ് 2 വരെയാണ്. സോ ആ വേരിയേഷൻ ഇവിടെ എടുക്കാം. അപ്പൊ ഇന്റഗ്രൽ 0 ടു ലോഗ് 2. ഇനി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കിട്ടിയിരുന്നത് -2 e⁻t പ്ലസ് e⁻−2t ആയിരുന്നു, ഓൾ ഇൻറ്റു ഡി ടി. ഈ എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലേക്ക് പോലെ പറയുന്ന പോലെ ഇവിടം വരെയുള്ള സ്റ്റെപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ വരെയുള്ള സ്റ്റെപ്പ് ഏത് ക്വസ്റ്റ്യനും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടം വരെയുള്ള സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് മനസ്സിലായോ? എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് ഡി ആർ ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എഴുതി. അതിനുശേഷം എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഞാൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, അവിടെ വന്നിരിക്കുന്ന ഈ എക്സിനെയും വൈനെയും ഒക്കെ നമ്മൾ ആ പാരാമീറ്ററൈസേഷൻ കൺസിഡർ ചെയ്ത് അത് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്തു. ഈ പാരാമീറ്ററൈസേഷൻ എക്സും വൈയും കിട്ടുന്നത് ആർ ഓഫ് ടിയുടെ കമ്പോണന്റുകളിൽ നിന്നാണ്. ആർ ഓഫ് ടി ഇതാണെങ്കിൽ ഇതാണ് എക്സ് വരിക. അങ്ങനെ എക്സും വൈയും കണ്ടുപിടിച്ചു. അത് നമ്മൾ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എഴുതിയിട്ട് എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് എഴുതി. ഇത്രയും വരെയുള്ള കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഒന്ന് പറഞ്ഞേ. ദിസ് ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു e⁻t ഇന്റഗ്രൽ e⁻t തന്നെ പ്ലസ് e⁻−2t ഇന്റഗ്രൽ എന്താ? e⁻−2t ഇന്റഗ്രൽ 0 to log 2. Okay, so this is equal to എന്തോരം? അപ്പർ ലിമിറ്റ് ആയ log 2 കൊടുക്കുമ്പോൾ e⁻to log 2 എന്താ? e⁻to log 2 എന്ത് വരും? ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷൻ ടു ഈച്ച് അതർ അല്ലേ? ഓക്കെ, സോ e⁻to log 2 ന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? e⁻to log x ന്റെ വാല്യൂ എന്തായിരിക്കും? x ആയിരിക്കും. സോ e⁻to log 2 ആയിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ എഴുതുകയാണ്, അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പൊ -2 ഇൻറ്റു e⁻to log 2 എന്ന് വരും ഫസ്റ്റ് ടൈം, മൈനസ് e⁻to -2 log 2 ഡിവൈഡഡ് ബൈ 2. ഇതാണ് സെക്കൻഡ് ടൈം വരുന്നത്. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ്, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ -2 e⁻to 0 മൈനസ് e⁻to 0 ബൈ 2. ഇതാണ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി e⁻to -2 log 2 എന്തായിരിക്കും? ഇതിനെ എങ്ങനെ എഴുതാം? e⁻to log 2 -2 എന്ന് എഴുതാം. ശരിയാണോ? -2 log 2 എന്നുള്ള ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം അല്ലെ ഞാൻ ചോദിച്ചത്, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം a log b എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? log b⁻to a എന്ന് എഴുതാമല്ലേ? ആ പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 അല്ല, ഈക്വൽ ടു 2 അല്ലേ? ശരിയല്ലേ? ഈക്വൽ ടു 1/2² എന്ന് വെച്ചാൽ 1/4. ഓക്കെ, ഇത് മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു
ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഒരു ടേം നിങ്ങൾ മിക്കവാറും നോർമലി എഴുതൂല. ലോവർ ലിമിറ്റ് 0 എടുക്കുമ്പോൾ 0 ആയിരിക്കും, പെട്ടെന്ന് എഴുതി പോകും. ഈ റേസ്റ്റ് വരുമ്പോൾ അങ്ങനെ വരില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോളുക. മിക്കവാറും ആൻസർ എഴുതുന്നവരുടെ അത് ഈ ഒരു ടൈം വിട്ടുപോയിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. -2 ഇൻറ്റു e raised to log 2 ന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞു. സോ -2 ഇൻറ്റു 2 -1/2 ഇൻറ്റു e raised to -2 log 2 ന്റെ വാല്യൂ പറഞ്ഞത് 1/4 ആണ്. ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നതോ -2 -1/2 ആണോ? ഓക്കെ, സോ സിംപ്ലിഫൈഡ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -4 -1/8 പ്ലസ് 2 പ്ലസ് 1/2. ഓക്കെ, സോ എന്തായിരിക്കും? -2 പ്ലസ് 1/2 മൈനസ് 1/8. സോ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 8 വിചാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഇതിന്റെ ഡിനോമിനേറ്റർ 8, എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 8 ആക്കണമെങ്കിൽ ഇതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെയാണെങ്കിൽ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തായിരിക്കും പറയുന്നത്? -16 പ്ലസ് 4 മൈനസ് 1 ഈക്വൽ ടു എത്രയായിരിക്കും? -13/8. എനിക്ക് തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എവിടെയും വരുന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ വേറെ എങ്കിലും നോക്കി എഴുതുന്നതല്ല. നോർമലി എഴുതി പോരുമ്പോൾ ഞാനോ നിങ്ങളോ ശ്രദ്ധിക്കാതെയുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം തെറ്റി പഠിക്കരുത്, അതുകൊണ്ടാണ്. ഓക്കെ, സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? നമ്മൾ ചെയ്ത പ്രൊസീജിയർ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ടാണ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് f of xy equal to xi plus yj acting along the curve traced by r of t equal to cos ti plus sin tj from t equal to 0 to pi. വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് എന്താ ഫോർമുല? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ തന്നെയാണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഞാൻ ഫോർമുല മാത്രമേ പറയുന്നുള്ളൂ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നും പോകുന്നില്ല. ഓക്കെ, സോ വർക്ക് ഡൺ കണ്ടുപിടിക്കാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്ത് തന്നെയാ വേണ്ടേ? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആർ ഓഫ് ടി ഈക്വൽ ടു എന്താ തന്നേക്കുന്നേ? r of t equal to cos ti plus sin tj implies dr by dt എന്തായിരിക്കും? minus sin ti plus cos tj. So implies dr equal to minus sin t I plus cos t j all into dt. പിന്നെ x ഈക്വൽ ടു ഏതായിരിക്കും പാരാമീറ്ററൈസേഷൻ വരുന്നത്? x ഈക്വൽ ടു cos t, y ഈക്വൽ ടു sin t is the parameterization of c. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ എഴുതിയത് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് എഴുതിയത് മനസ്സിലായോ? ഓക്കെ, സോ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി മുന്നോട്ട് വരാം. ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കാം. ഈക്വൽ ടു എന്തായിരിക്കും? ഡി ആർ ബൈ ഡി ടി ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എഫ് ഇവിടെ ഉണ്ട്. സോ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞേ.
ഈക്വൽ ടു എന്ത് വരും? എക്സിന്റെ മൈനസ് സൈൻ ടി പ്ലസ് വൈ ഇൻറ്റു കോസ് ടി ആണ്. എക്സ് എന്തായിരുന്നു? കോസ് ടി ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ എഴുതാം? ഈക്വൽ ടു എന്താ വരുന്നത്? സീറോ അല്ലേ? ആണോ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇംപ്ലൈസ് വർക്ക് ഡൺ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു എന്തായിരിക്കും? ഇന്റഗ്രൽ ഓവർ സി 0 ഡി ടി ഈക്വൽ ടു എന്ത് വരും? ഇത് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് f of xy equal to yi plus xj acting along y equal to log x from 10 to e1. വർക്ക് ഡൺ എന്താ? വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, ഹിയർ y ഈക്വൽ ടു log x. അപ്പൊ ഇവിടെ നിന്ന് ഡി ആർ ഒന്ന് പറയാമോ? അല്ലെങ്കിൽ ആർ ഓഫ് ടി എന്നോ അല്ലെങ്കിൽ വെക്ടർ ആർ പറഞ്ഞാലും മതി, ആർ ഓഫ് ടി വേണമെന്നില്ല. വെക്ടർ ആർ ഒന്ന് പറയാമോ? വെക്ടർ ആർ നമ്മൾ നോർമലി പറയാറുള്ളത് വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ഇസഡ് കമ്പോണന്റ് വരുന്നില്ല, അപ്പൊ എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് എടുത്താൽ മതി. വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ ഈക്വൽ ടു എങ്ങനെ പറയാമെന്ന് പറയാമോ? വൈക്ക് പകരം എന്ത് കൊടുക്കാം? ln x. So xi plus ln x j ആണ്. So this implies dr എന്തായിരിക്കും? dr by dx ഞാൻ ഇവിടെ എഴുതാണ്. dr by dx is equal to എന്തായിരിക്കും? I plus dr equal to I plus 1 by x j into dx. ഇതിനെ വേണമെങ്കിൽ ഓക്കെ, ഇത് ഞാൻ ആദ്യം പറയാതിന് ശേഷം ഞാൻ പിന്നെ പറയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ സി. ഓക്കെ, therefore f ഡോട്ട് ഡി ആർ ബൈ ഡി എക്സ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡി ആർ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് നമുക്ക് കൊടുത്തത് വൈ ഐ പ്ലസ് എക്സ് ജെ ആണ്. അപ്പൊ ഈക്വൽ ടു എന്തായിരിക്കും? ഇതാണ് ഡി ആർ ബൈ ഡി എക്സ് കിട്ടിയിരിക്കുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ y പ്ലസ് x into 1 by x ആണോ? ഡി ആർ ബൈ ഡി എക്സ് കിട്ടിയിരിക്കുന്നത് y പ്ലസ് 1 ആണ്. ഈക്വൽ ടു y എന്തായിരുന്നു നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കർവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതിന്റെ അകത്ത് y ഈക്വൽ ടു log x ആണ്. സോ log x പ്ലസ് 1, log ഓഫ് x പ്ലസ് 1 അല്ല, log x പ്ലസ് 1 ആണ്, അല്ലെങ്കിൽ 1 പ്ലസ് log x ആണ്. ഈ എഴുതിയത് മനസ്സിലായോ? സംശയമില്ലല്ലോ. എഫ് ഡോട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ അകത്ത് ഡി ആർ ബൈ ഡി ടി ആയിരുന്നു, കാരണം നമ്മുടെ ടി ഉപയോഗിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഏതാണോ വേരിയബിൾ വരുന്നത് അത് ഉപയോഗിച്ച് എഴുതിയാൽ മതി. സോ ദിസ് ഇംപ്ലൈസ് വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു, നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതി? ഇന്റഗ്രൽ ഓവർ സി integral over c f dot dr by dx all into dx എന്ന് കൊടുക്കും. സോ എന്തായിരിക്കും വരിക? ഇനി ഇവിടെ എക്സിന്റെ വേരിയേഷൻ ഉള്ള മുതൽ ഇവിടെ, കാരണം നമ്മൾ മൊത്തം ഇവിടെ എക്സിന്റെ ടൈമിലേക്ക് ആക്കിയിരിക്കുന്നത്. എക്സിന്റെ വേരിയേഷൻ ഉള്ള മുതൽ ഇവിടെ പറയാം 1 to e 0 to 1 അല്ല. ഓക്കെ, അത് വൈയുടെ വേരിയേഷൻ. അപ്പൊ നമ്മൾ വൈയുടെ ടൈമിലേക്ക് ആക്കിയാണ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ 0 to 1 കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ നമുക്ക് എക്സിന്റെ ടൈമിലായിട്ട് ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to
ഈ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ലോഗ് എക്സ് പ്ലസ് 1 ആണ്, അല്ലെങ്കിൽ 1 പ്ലസ് ലോഗ് എക്സ് ആണ്. ഞാൻ 1 പ്ലസ് ലോഗ് എക്സ് എഴുതാൻ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനെ ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ സാധ്യതകളുണ്ടാണ്. സോ 1 പ്ലസ് ലോഗ് എക്സ് ഡി എക്സ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാലോ. ഈക്വൽ ടു എന്ത് വരും? സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഇ പ്ലസ് 1 ബൈ ഇ മൈനസ്, സോ എന്തായിരിക്കും ആൻസർ? അല്ലെങ്കിൽ ഇ സ്ക്വയർ പ്ലസ് 1 മൈനസ് 2e ഓൾ ഡിവൈഡഡ് ബൈ ഇ. ഇങ്ങനെ എഴുതണമെന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. മനസ്സിലായോ? ആ ചോദിച്ചോളൂ. ഓ സോറി, ഞാൻ ഇന്റഗ്രൽ ln x ചെയ്തേക്കുന്നത് ഡെറിവേറ്റീവ് എടുത്തല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത മുഴുവൻ തെറ്റി. അതിന് നേരത്തെ പറയാഞ്ഞേ? ഓക്കെ, അപ്പൊ ഇവിടെ വെച്ചത് ഞാൻ ഇവിടെ വാങ്ങിച്ചു. ഇതാ ഞാൻ പറഞ്ഞേ, നമ്മള് എന്താ പറയാ, നിങ്ങള് കൂടി അതിനൂടെ സഹകരിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ തെറ്റുകൾ വരും. നമ്മൾ പെട്ടെന്ന് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്നതല്ലോ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഇനി എന്തായിരിക്കും? വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ln x? x ln x minus x അല്ലേ? x ln x minus x, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാതെ അറിയില്ലെങ്കിൽ നമ്മൾ ബൈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള ഫോമുല ഉപയോഗിച്ചാ പറയുന്നത്. സോ ഞാൻ ഇവിടെ ആ ഫോമുല നോട്ട് ചെയ്തിട്ടോട്ടെ. ഇന്റഗ്രൽ ln x dx x into ln x minus x, ഇതാണ് പറഞ്ഞത്, പ്ലസ് സി. സംശയമുള്ളവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും വരിക? ദിസ് ഈസ് ഈക്വൽ ടു x plus x ln x minus x 1 to e. ഇപ്പൊ x മൈനസ് x കൊണ്ട് ക്യാൻസൽ ആയിപ്പോഴും ദിസ് ഈസ് ഈക്വൽ ടു x ln x ആണ്, 1 to e. അപ്പൊ എന്തായിരിക്കും ഒരു ആൻസർ? ഇ ലോഗ് ഇ മൈനസ് ln 1. ln ഇയുടെ വാല്യൂ എന്താ? ln of 1 ഇതൊക്കെ അറിയാവുന്നല്ലേ? സോ എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ? തെറ്റിട്ടില്ലല്ലോ, മറ്റു മിസ്റ്റേക്സ് ഒന്നും വന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ ഫോമുല അറിയില്ലാത്തൊരു, ഇന്റഗ്രൽ ln x അറിയില്ലാത്തൊരു ഫസ്റ്റ് ഫംഗ്ഷനിൽ ഇന്റഗ്രൽ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ മെത്തേഡിൽ പോകാൻ പറ്റില്ല, കാരണം നമുക്ക് ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനോ സൈൻ ഫംഗ്ഷനോ ഒന്നും അല്ല. അപ്പൊ നമുക്ക് ആ മെത്തേഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് 1ഉം സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ln x എടുത്ത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്താൽ മതി. അപ്പൊ ഈ ഫോമുല കിട്ടും. സോറി, ഫസ്റ്റ് ഫംഗ്ഷൻ 1 അല്ല, ഫസ്റ്റ് ഫംഗ്ഷൻ ln x ഉം സെക്കൻഡ് ഫംഗ്ഷൻ 1ഉം ആയിട്ട്. ഓക്കെ, ഇതാണ് ആൻസർ. കാണാതെ പഠിച്ചിരുന്നാലും മതി. അപ്പൊ എന്തായാലും ഇതാണ് മെത്തേഡ് ഇവിടെ. ഓക്കെ, ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ആർ ഓഫ്, ഞാനിവിടെ വെക്ടർ ആർ ഈക്വൽ എക്സ് ഐ പ്ലസ് വൈ ജെ ഇങ്ങനെ പറഞ്ഞിട്ട് എക്സിന്റെ ടേമിലേക്ക് ആക്കിയാണ് ചെയ്തത്. എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഈക്വൽ ടു, നമ്മളിവിടെ പാരാമെട്രൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഈ കർവിന്റെ പാരാമെട്രൈസേഷൻ എങ്ങനെയായിരിക്കും വരിക? വൈ ഈക്വൽ ടു ലോഗ് എസ് എന്നുള്ള കർവിന്റെ പാരാമെട്രൈസേഷൻ പറയാമോ? എക്സ് ഈക്വൽ ടു ടി എന്ന് എടുക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു എന്തായിരിക്കും? ലോഗ് ടി വരും. അപ്പൊ വെക്ടർ ആർ ഓഫ് ടി എന്ന് പറഞ്ഞു വേണം ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ടി ഐ പ്ലസ് എൽ എൻ ഓഫ് ടി ജെ.
ഈ പറഞ്ഞ മനസ്സിലായോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ. ഞാനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെപ്പോഴും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലുള്ള ഒരു കർവിന്റെ പാരാമീറ്ററൈസേഷൻ എടുക്കണമെങ്കിൽ എല്ലായ്പ്പോഴും ചെയ്യുന്ന x ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക, y ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നുള്ള ഫോമിലേക്ക് അത് എടുക്കുക. അപ്പോൾ ഇതാണ് പാരാമീറ്ററൈസേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ എക്സ് കൊടുത്ത് പോകുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ട് എങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ എല്ലാ പ്രോബ്ലത്തിൻ്റെ അകത്ത് ടി ഉപയോഗിച്ച് തന്നെ ചെയ്യണമെങ്കിൽ ഈ പാരാമീറ്ററൈസേഷൻ എടുത്താൽ മതി. അപ്പോൾ ഈ എക്സിന്റെ പ്ലേസിലൊക്കെ ടി വരും, ബാക്കി ആൻസറുകളൊക്കെ സെയിം ആണ്. ഐഡിയ പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ ഓക്കെ. സോ നിങ്ങൾ അതിൽ ഏത് മെത്തേഡ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ ഇതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ ആക്ടിംഗ് കൗണ്ടർ ക്ലോക്ക് വൈസ് വൺസ് അറൌണ്ട് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു വർക്ക് ഡൺ ഈക്വൽ ടു ഫോർമുല എന്താ? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇവിടെ എന്താണ് സി എന്താണ് തന്നേക്കുന്നത്? സി ഈസ് കർവ് ഏതാ? സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. അപ്പൊ ഈ സിനെ എങ്ങനെ നമുക്ക് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടർ ആർ ചൂസ് ചെയ്യാൻ പറ്റും? പറയാമോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള കർവിന്റെ പാരാമീറ്ററൈസേഷൻ, സർക്കിളിന്റെ പാരാമീറ്ററൈസേഷൻ എന്താ? സിയുടെ പാരാമീറ്ററൈസേഷൻ എങ്ങനെയായിരിക്കും വരിക? എക്സ് ഈക്വൽ ടു പറയാമോ? ശരിയല്ലേ? 3 cos t 3 sin t വരും എക്സും വൈയും. ഇംപ്ലൈസ് ആർ ഓഫ് ടി എന്തായിരിക്കും? ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ ആണ് അല്ലെ? വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. ഇസഡ് വരുന്നുണ്ടെങ്കിൽ പ്ലസ് ഇസഡ് കെയും കൂടെ വരണം. ഇവിടെ ഈ പ്രോബ്ലവും നമുക്കിപ്പോൾ പ്ലെയിനിലെ പ്രോബ്ലം ആണ്. എക്സ് ഐ പ്ലസ് വൈ ജെ ബിക്കംസ്, ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ആർ ഓഫ് ടി ഈക്വൽ ടു 3 cos t i പ്ലസ് 3 sin t j. ക്ലിയർ ആണോ? implies dr by dt എന്താ? സോ എഫ് ഡോട്ട് ഡി ആർ എന്തായിരിക്കും? എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കൺസിഡർ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു എന്ത് വരും? എഫ് ഇതാണ്, എ ഐ പ്ലസ് ബി ജെ ആണ്, ഡി ആർ ബൈ ഡി ടി ഇതാണ്. സോ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്തായിരിക്കും? മൈനസ് 3a cos t പ്ലസ് 3b sin, സോറി തിരിഞ്ഞു പോയില്ലേ? മൈനസ് 3a പറഞ്ഞേ, a ഇൻറ്റു മൈനസ് 3 സൈൻ ടി അല്ല, മൈനസ് 3a സൈൻ ടി പ്ലസ് 3b cos t ആണോ? Okay, so ഇതാണ് f dot dr. Therefore, work done equal to f dot dr equal to integral over c f dot dr by dt into dt.
ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ ടിയുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും വരിക? ഓക്കെ, അതും പറഞ്ഞില്ല. ഈ കംപ്ലീറ്റ് സർക്കിൾ നമ്മളിപ്പോ സി എന്ന് പറയുന്ന സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആയതുകൊണ്ട് സിനെ എക്സ് ഈക്വൽ ടു 3 cos t വൈ ഈക്വൽ ടു 3 sin t എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയണം, ടിയുടെ വേരിയേഷനും കൂടെ പറയണം. ടി എവിടെ മുതൽ എവിടെ വരെ വേണ്ടി വരും? കംപ്ലീറ്റ് സർക്കിൾ കിട്ടണമെങ്കിൽ ടിയുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാ? 0 to 2π 0 to 2π ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് പോർഷൻ മാത്രമാണ് വേണ്ടെങ്കിൽ 0 to π/2 എടുക്കണമായിരുന്നു. അപ്പർ ഹാഫ് ആണെങ്കിൽ 0 to π എടുക്കണം. ലോവർ ഹാഫ് ഓഫ് ദ സർക്കിൾ ആണെങ്കിൽ π to 2π എടുക്കണം. ശരിയല്ലേ? ഓക്കെ, നമുക്ക് തന്നേക്കുന്ന ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സർക്കിളിൽ വരുന്നുള്ളതുകൊണ്ട് 0 to 2π ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എന്തായിരിക്കും വരിക? ഇന്റഗ്രൽ 0 to 2π പിന്നെ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കിട്ടിയിരിക്കുന്നത് -3a sin t പ്ലസ് 3b cos t ആണ്. ഓൾ ഇൻറ്റു ഡി ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രേറ്റ് ചെയ്തേ. ഇന്റഗ്രേഷൻ എന്താ? -3a ഇൻറ്റു sin ടിയുടെ ഇന്റഗ്രൽ എന്താ? ബാക്കി കാശ് അടുത്ത ആഴ്ച സംസാരിക്ക് നമ്മൾ തരാം. ഈ ആഴ്ച എനിക്ക് ക്രെഡിറ്റ് കാർഡ് ചെയ്യും. ഓക്കെ, -3a ഇൻറ്റു sin ടിയുടെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് ടി പ്ലസ് 3b ഇൻറ്റു കോസ് ടിയുടെ ഇന്റഗ്രൽ എന്താ? sin t 0 to 2π. ക്ലിയർ ആണോ? So equal to 3a cos t plus 3b sin t 0 to 2π. ഇനി ലിമിറ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. അപ്പർ ലിമിറ്റ് 2π കൊടുക്കുമ്പോൾ എന്താ പറയണേ? 3a ഇൻറ്റു കോസ് 2π പ്ലസ് 3b ഇൻറ്റു സൈൻ 2π. ഇത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ 3a കോസ് 0 പ്ലസ് 3b സൈൻ 0 ഈക്വൽ ടു എന്താ വരണേ? ഈക്വൽ ടു എന്താ വരണേ പറഞ്ഞേ? 3a ഇൻറ്റു കോസ് 2πയുടെ വാല്യൂ എത്രയാ? 1 ആണ് അല്ലേ? അപ്പൊ 3a പ്ലസ് 3b ഇൻറ്റു സൈൻ 2π എന്താ? 0, മൊത്തം 0 മൈനസ് 3a ഇൻറ്റു കോസ് 0യുടെ വാല്യൂ എന്താ? 1 ആണ്. അപ്പൊ -3a പ്ലസ് 0. സോ മൊത്തത്തിൽ ഈക്വൽ ടു എന്ത് വരും? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അപ്പൊ ഞാൻ ആ സെഷനിൽ ഇത്രയും പ്രോബ്ലംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ആ സെഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നലെയും ഇന്നും കൂടെ ആയിട്ട് പറഞ്ഞ ക്ലാസ്സുകളുടെ ഒരു മൊത്തത്തിൽ നോക്കിയുള്ളൂ. വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ ആണ് വേണ്ടത്. അതിന്റെ ഡിഫറെന്റ് കേസസ് ഞാനിന്ന് പറഞ്ഞിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താ പറയാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സോ ഡി വൈയോ ഡി എസ്ഒ ഡി സെഡ് ഏത് വേണേലും ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് ഉള്ള ഇതാണ്. അവിടെ നിന്നുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് 2 റിസൾട്ടുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾ പഠിക്കേണ്ടതായതുകൊണ്ട് ഓർമ്മയിൽ നിർത്താൻ വേണ്ടി മാത്രം ഞാൻ 2 ക്വസ്റ്റ്യൻ പോലെ നോട്ട് ചെയ്തേക്കാണ്. ഒന്ന് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡിന്റെ ഡെഫിനേഷൻ, മറ്റൊന്ന് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽസ്. ഇത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. സ്റ്റേറ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽസ് എല്ലാവരും അത് പഠിച്ചിരിക്കണം. എപ്പോഴാണ് ഒരു വെക്ടർ ഫീൽഡിനെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് അതേപടിയാണ് ഡെഫിനേഷൻ അങ്ങ് നോട്ട് ചെയ്തേക്കുന്നത്. ടെക്സ്റ്റിൽ 9.91 എന്നുള്ള ഡെഫിനേഷനായിട്ട് കൊടുത്തേക്കുന്നത്. അത് ഞാൻ അതേപടി അങ്ങ് കോപ്പി ചെയ്തിട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കൺസർവേറ്റീവ് എന്നുള്ള വേർഡ് പറഞ്ഞിരുന്നു. എപ്പോഴാണ് ഒരു വെക്ടറിനെ കൺസർവേറ്റീവ് എന്ന് പറയുന്നത്?
എപ്പോഴാണ് ഒരു വെക്ടറിനെ കൺസർവേറ്റീവ് എന്ന് പറയുന്നത്? വെക്ടർ എഫ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴാണ്? വെക്ടർ എഫ് എന്ന് പറയുന്നതിനെ വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ, ഏതോ ഒരു സ്കേലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിട്ട് അതിനെ എഴുതാൻ പറ്റുമെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? അത്തരം വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? കൺസർവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഡെഫിനേഷൻ ക്ലിയർ ആക്കുക. ഒരു വെക്ടർ function vector f is said to be conservative if vector f can be expressed as a gradient of a scalar function phi. അങ്ങനെ നമ്മൾ എഴുതുന്ന സ്കേലർ ഫംഗ്ഷൻ ഫൈക്ക് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെക്ടർ എഫ് എന്ന് പറയുന്നതിനെ വൈ ഐ പ്ലസ് എക്സ് ജെ എന്ന് വിചാരിക്കാം. ഞാൻ പറയുകയാണ് ഈ വൈ ഐ പ്ലസ് എക്സ് ജെ എന്ന് പറയുന്നത്, ഇഫ് യു കൺസിഡർ ഫൈ ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. വാട്ട് വിൽ ബി ഡെൽ ഫൈ ഈക്വൽ ടു എക്സ് വൈ ആണെങ്കിൽ ഡെൽ ഫൈ എന്തായിരിക്കും? ഡെൽ ഫൈ എന്ന് വെച്ചാൽ ഗ്രേഡ് ഫൈ ആണ്. അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എന്താ ഇതിന്റെ ഫോർമുല? Dou by dou x of So dou by dou x of xy I plus dou by dou y of xyj equal to എന്ത് വരും? yi plus xj. ശരിയല്ലേ? സോ എനിക്ക് പറയാൻ പറ്റും വെക്ടർ എഫ് എന്ന് പറയുന്നത് വൈ ഐ പ്ലസ് എക്സ് ജെ ആണെങ്കിൽ ഈ വെക്ടർ എഫ് എന്ന് പറയുന്നതിനെ vector f can be expressed in the form del of അല്ലെങ്കിൽ del phi where phi equal to ഏതാ? ഇതല്ലേ ഞാനിപ്പോൾ ഇവിടെ എഴുതിയേ. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ. സോ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും വെക്ടർ എഫ് ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ conservative vector field. The function phi we obtained equal to xy is called, ഇതിന് പറയുന്ന പേരെന്താ? അതിന് പറയുന്ന പേരെന്താ? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്. ക്ലിയർ ആണോ? ഈ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോട്ട് ചെയ്ത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് എന്നതിൻ്റെ ഡെഫിനേഷനാണിത്. അപ്പോൾ ഇത് കൺസർവേറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇതുപോലൊരു സ്കാലാർ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സ്കാലാർ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫങ്ഷൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കൺസർവേറ്റീവ് എന്ന് വിളിക്കും. ഞാനിവിടെ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ കൂടുതൽ ഇത് പറയുന്നില്ല. ഫണ്ടമെന്റൽ തിയറം നിങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സി എന്ന് പറയുന്നത് ഇസ് എ പാത്ത് ഇൻ ആൻ ഓപ്പൺ റീജിയൻ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആൻഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ പ്ലസ്. ഓക്കെ, അതായത് വെക്ടർ ആറും വെക്ടർ എഫും തന്നിട്ടുണ്ട്. സി പാത്താണ്. ഈ വെക്ടർ എഫ് കൺസർവേറ്റീവ് ആണ് എങ്കിൽ, ഇഫ് വെക്ടർ എഫ് ഈസ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആൻഡ് phi is the potential function for vector f. വെക്ടർ എഫ് ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ്. phi അതിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് phi ഓഫ് ബി മൈനസ് phi ഓഫ് എ ആയിരിക്കും. വേർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാ പറഞ്ഞ phi ഓഫ് ബി മൈനസ് phi ഓഫ് എ എന്ന്. ഈ പറഞ്ഞേക്കുന്നത് മനസ്സിലായോ?
ഫണ്ടമെന്റൽ തിയറം പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ തിയറം ഫോർ ലൈൻ ഇന്റഗ്രൽസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ എന്നാണ് ഞാൻ ചോദിച്ചത്. yes or no പറയൂ. അതായത് ഇത്രയോ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് സ്കേലാർ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാം. സ്കേലാർ പൊട്ടൻഷ്യലിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി ആ ഇന്റഗ്രൽ വാല്യൂവിന്. അതാണ് ഫണ്ടമെന്റൽ തിയറം പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രം, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ കൺസർവേറ്റീവ്? ഇഫ് സോ ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ വെക്ടർ എഫ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടോ? ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ കൺസർവേറ്റീവ് ഇഫ് സോ ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട്, ഇതിപ്പം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിക്കുക. പക്ഷെ ഇതിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ലെറ്റ് ഫൈ ഈക്വൽ ടു, ഞാൻ അല്പം മുമ്പ് പറഞ്ഞ എക്സാമ്പിളാ. ഫൈ ആയിട്ട് ഏതാ എടുക്കണ്ടേ? ഫൈ ഈക്വൽ ടു എക്സ് വൈ എന്ന് ചൂസ് ചെയ്താൽ ഡെൽ ഫൈ, ഞാനിവിടെ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല, ഈക്വൽ ടു എന്ത് വരും? വൈ ഐ പ്ലസ് എക്സ് ജെ എന്ന് വരും, ഈക്വൽ ടു വെക്ടർ എഫ് എന്ന് വരും. ഇംപ്ലൈസ് വെക്ടർ എഫ് ഈസ് എന്താ? കൺസർവേറ്റീവ് ബൈ ഡെഫിനേഷൻ. ഡെഫിനേഷൻ വേണം ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഡെഫിനേഷൻ, കൺസർവേറ്റീവിന്റെ ഡെഫിനേഷൻ കൊടുക്കുക. ആൻഡ് എന്താ സ്കേലാർ പൊട്ടൻഷ്യൽ? സ്കേലാർ പൊട്ടൻഷ്യൽ ഈസ് ഫൈ ഈക്വൽ ടു എക്സ് വൈ. ഇത്ര എഴുതി അതിന്റെ ഫുൾ മാർക്ക് കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഇതല്ല മെത്തേഡ്. കാരണം നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതുപോലെ എഴുതാൻ പറ്റുമോ? ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. സോ ഇതല്ല മെത്തേഡ്. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇത് അല്ല മെത്തേഡ്. കാരണം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ മെത്തേഡ് വേറെയാണ്. ഇപ്പൊ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ എക്സാമ്പിളിന്റെ കേസിൽ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ആൻസർ പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെറ്റ് വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ഈക്വൽ ടു ഡെൽ ഫൈ. ഇവിടെ ഇപ്പം ഇസഡ് കമ്പോണന്റ് അല്ലെങ്കിൽ കെയുടെ കമ്പോണന്റ് വരുന്നുണ്ടെങ്കിൽ ഡോ ഫൈ ബൈ ഡോ ഇസഡും കൂടി എടുക്കണം. ഇവിടെ ഇപ്പം അതിന്റെ ആവശ്യമില്ല. ഈക്വൽ ടു ഡെൽ ഫൈ വരുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ഇംപ്ലൈസ് എങ്ങനെ വരിക? വൈ ഐ പ്ലസ് എക്സ് ജെ ഈക്വൽ ടു എന്തെന്ന് എടുക്കുക? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ഇംപ്ലൈസ് എന്തായിരിക്കും? ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വൈ ആൻഡ് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ്. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. കൺസർവേറ്റീവ് എന്ന് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ മെത്തേഡ് ഉണ്ട്. അതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന്റെ നമ്മൾ പിന്നീട് പ്രോപ്പർട്ടി പറയുന്നുണ്ട്. കേൾ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കിട്ടിയാൽ കൺസർവേറ്റീവ് ആവും. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് പക്ഷെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കൂടി കണ്ടുപിടിക്കണമെങ്കിൽ ഈ മെത്തേഡ് തന്നെ വേണം. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എടുക്കുക. ഓക്കെ, വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ എന്നാണ്. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ കെയുടെ കമ്പോണന്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ എഴുതാത്തതാണ്. ഇനി എന്ത് ചെയ്യണം? വെക്ടർ എഫ് എന്തായിരുന്നു അത് ഞാൻ ഇവിടെ എഴുതി, ഈക്വൽ ടു ഡെൽ ഫൈയും എഴുതി. ഇനി ഇതിന്റെ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യാണ്. വൈ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്, എക്സ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ. ഇനി ചെയ്യേണ്ടത് നൗ ഇതിന് ഇക്വേഷൻ 1 എന്നും
ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഇനി ഇസഡിൻ്റെ ഉണ്ടായിരുന്ന ഇക്വേഷൻ 3 വരുമായിരുന്നു. ഇനി ഇവിടെ ചെയ്യേണ്ടത് ഫ്രം 1 ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് ഫൈ ഈക്വൽ ടു എന്തായിരിക്കും എന്ന് പറയാമോ? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അല്ലേ, ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ എന്നാണെങ്കിൽ ഫൈ ഈക്വൽ ടു എന്ന് വരുമ്പോൾ എന്താ, എങ്ങനെ കണ്ടുപിടിക്കണേ? ഫൈ ഈക്വൽ ടു കിട്ടാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ വൈ ഡി എക്സ് എന്ന് എഴുതണം. ഈക്വൽ ടു എന്താ? വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് വൈ? നമുക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈനെ നമ്മൾ എന്താക്കി വിചാരിക്കേണ്ട വരും? പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ലെ ഇന്റഗ്രേഷൻ കൺസിഡർ ചെയ്ത് പോകുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതുമ്പോൾ ഡി എക്സ് എന്ന് എഴുതുന്നില്ല, ഡി എക്സ് തന്നെ എഴുതണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു ഇതിന് വേണ്ടി ഡോ എക്സ് അങ്ങ് എഴുതുക. കാരണം ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഫൈ ഈക്വൽ ടു വൈ ഇൻറ്റു ഡോ എക്സ്. സോ ഇതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? വൈ കോൺസ്റ്റന്റ്, അപ്പോൾ വൈ ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് എക്സ് വൈ എന്ന് എഴുതാം. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കണ്ടേ? വേണ്ടേ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ല, അപ്പൊ നമുക്ക് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പം കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കണം. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ കൊടുക്കേണ്ടി വരും. കാരണം വൈ ഇവിടെ ഒരു കോൺസ്റ്റന്റാ. ഞാൻ ഇങ്ങനെ എഴുതും എഫ് ഓഫ് വൈ എന്ന്. ഈ എഴുതുന്നത് മനസ്സിലായോ? ഓക്കെ. ഇനി ചെയ്യേണ്ടത്, അപ്പൊ ഇതാണ് ഫൈ കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ 1 ആയി എടുത്ത് നമുക്കിനി ഇക്വേഷൻ 2 ഉപയോഗിക്കാം. ഇക്വേഷൻ 2 ഉപയോഗിക്കണമെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്തായിരിക്കും? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ഓഫ് വൈ ഈക്വൽ ടു എന്ത് വരും? എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ എന്താ? എക്സ്. എഫ് ഓഫ് വൈയുടെ എഫ് ഡാഷ് ഓഫ് വൈ. ഇത് ഇക്വേഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുക. കമ്പയറിംഗ് വിത്ത് ഇക്വേഷൻ 2 വി ഗെറ്റ് ഇക്വേഷൻ 2 ഇതിനെ കമ്പയർ ചെയ്താൽ വി ഗെറ്റ്, പറഞ്ഞേ എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ 2 ഇതാണ്. ഇവരെ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താ? എഫ് ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഇതാണ് ഇക്വേഷൻ 2. ഇതുമായിട്ട് കമ്പയർ ചെയ്യാനാ പറഞ്ഞു. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? എഫ് ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു എന്തായിരിക്കും? 0. എഫ് ഡാഷ് ഓഫ് വൈ 0 ആണെങ്കിൽ എഫ് ഓഫ് വൈ എന്തായിരിക്കും? ക്യാൻ ബി എനി കോൺസ്റ്റന്റ് അല്ലേ? ശരിയാണോ? ഓക്കെ. സോ നമുക്ക് ഫൈ എന്തായിരിക്കും? ഫൈ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എഫ് ഓഫ് വൈ എന്നായിരുന്നു. ഇംപ്ലൈസ് ഫൈ ഈക്വൽ ടു എന്താ? എക്സ് വൈ പ്ലസ് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വന്നാലും കുഴപ്പമില്ല. ഓക്കെ. സോ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സ് വൈ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്താണ്. അതിൻ്റെ ഒരു കോൺസ്റ്റന്റ് വന്നാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇംപ്ലൈസ് ഫൈ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സി ഈസ് എ സ്കേലാർ പൊട്ടൻഷ്യൽ ഫോർ വെക്ടർ എഫ്. Thus, vector f is a conservative vector field. ഇതാണ് മെത്തേഡ്. മനസ്സിലായോ? ഞാൻ ഇതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ 2 വേരിയബിളിൻ്റെ കേസേ വന്നുള്ളൂ. 3 വേരിയബിൾ ഉള്ള ഒരു പ്രോബ്ലം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. 12:25 നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
ഓക്കെ സർ. ഓക്കെ.